ശ്രീ വി കെ സനോജ്, ഇപ്പോൾ ചെന്നിത്തല പറഞ്ഞതിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഡി മണി ഏതു കാലത്താണ് പ്രവർത്തനം നടത്തിയത്? പോറ്റി ഇടനിലക്കാരനായി ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള, അതിൽ ഡി മണിയുടെ ഇടപാടുകൾ 2019 മുതലാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന് കിട്ടിയ വിവരം. അപ്പോൾ ആ നിലയ്ക്ക് വരുമ്പോൾ വീണ്ടും സർക്കാർ പ്രതിരോധത്തിലാകുന്ന വിവരങ്ങളാകില്ലേ പുറത്തേക്ക് വരിക? സനോജ്, അല്ല, ചെന്നിത്തല പറയുന്ന വിവരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ലോ SIT അന്വേഷണം മുന്നോട്ട് പോവുക. ചെന്നിത്തല ചില പ്രത്യേക രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി 2019 എന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ചെന്നിത്തല പറഞ്ഞ കാര്യം അവഗണിക്കുന്നില്ല. ചെന്നിത്തല പറഞ്ഞ കാര്യം ഉൾപ്പെടെ ചേർത്തുകൊണ്ട് SIT അതിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകട്ടെ. ഇവിടെ ഇന്നലെ മുഖ്യമന്ത്രി ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിന് എന്തേ ചെന്നിത്തല ഇപ്പോൾ ഉത്തരം പറയാതിരുന്നത്? ചെന്നിത്തല ഇപ്പോൾ വളരെ നിസ്സാരമായിട്ട് പറഞ്ഞല്ലോ, അയ്യോ അങ്ങനെ മുഖ്യമന്ത്രിയുടെ കൂടെ ചിത്രമുണ്ടല്ലോ, എൻ്റെ കൂടെ ചിത്രമുണ്ടല്ലോ. അങ്ങനെ ഒരു ചോദ്യമല്ലല്ലോ ഇന്നലെ മുഖ്യമന്ത്രി ചോദിച്ചത്. നിങ്ങൾ ചെന്നിത്തലയോടൊന്നും ചോദിച്ചില്ല. സ്വാഭാവികമായിട്ടും ഒരു മുതിർന്ന നേതാവ് എന്ന നിലയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ പരിമിതി ഉണ്ടാവാം. പക്ഷേ ഞാനിവിടെ പറയുന്നത്, ചെന്നിത്തല ഇപ്പോൾ ഈ ചർച്ചയിൽ നിങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന പടം ഞാൻ കാണിച്ചു തരാം. മുഖ്യമന്ത്രി കൂടെ നിൽക്കുന്ന പോലെയാണോ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിട്ട് സോണിയാഗാന്ധിക്ക് ചരട് കെട്ടി കൊടുക്കുകയോ സ്വർണ്ണവള ഇട്ട് കൊടുക്കുകയോ എന്തൊക്കെ ചെയ്യുന്ന പടങ്ങൾ? അപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി ചോദിച്ചത് പ്രധാനപ്പെട്ട 2 MP എന്ത് ഉദ്ദേശം വെച്ചിട്ടാണ് ഈ സ്വർണം കട്ടിട്ടുള്ള ആളെ ഈ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് കൊണ്ടുപോയത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഇന്ന് അടൂർ പ്രകാശ് പറഞ്ഞത് മുഖ്യമന്ത്രി കണ്ടതിന് ശേഷമാണ് ഞാൻ കണ്ടത് എന്നാണ്. പക്ഷേ ആ വാദവും പൊളിഞ്ഞുപോയി. കാരണം ഇന്ന് അടൂർ പ്രകാശ് പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ വളരെ കൃത്യമായി നിങ്ങൾ പരിശോധിക്കണം. 2025 ശേഷമാണോ അടൂർ പ്രകാശും പോറ്റിയും തമ്മിൽ കണ്ടത്? അങ്ങനെ അടൂർ പ്രകാശ് പറയാൻ വേണ്ടി 2019 മുതലാണ് അറിയുന്നതെന്ന് പറയുന്നുണ്ട്. 2019 മുതലാണ് അയാളെ അറിയുന്നതെന്ന് പറയുന്നത്. അല്ല, ഫോട്ടോയുടെ ഞാൻ പറയട്ടെ, ഫോട്ടോയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി കണ്ടതിന് ശേഷമാണെന്നല്ലേ പറഞ്ഞത്. മുഖ്യമന്ത്രി കാണുന്ന എപ്പോഴാണ്? അതിനെക്കുറിച്ച് അടൂർ പ്രകാശ് വല്ലതും പറഞ്ഞോ? മുഖ്യമന്ത്രിയുമായി ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ കാണിച്ചിട്ട് മുഖ്യമന്ത്രി കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ പോറ്റിയുമായി പരിചയപ്പെട്ടത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് അർത്ഥമാക്കേണ്ടത്? അതിൽ നിങ്ങൾക്ക് ഉപചോദ്യമില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി കണ്ട കാര്യം സംബന്ധിച്ച് നമ്മൾ പറയാം. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഭീമ ജ്വല്ലറി കൊടുത്തിട്ടുള്ള എന്തൊരു വാഹനം, ആംബുലൻസ് ആണെന്ന് തോന്നുന്നു, അത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ചടങ്ങ് നിയമസഭ സെക്രട്ടേറിയറ്റിൻ്റെ പോർട്ടിക്കോയിൽ വെച്ചായിരുന്നു. അവിടെ വെച്ചിട്ട് ചടങ്ങിൽ പങ്കെടുക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത്? അതുപോലെയാണോ ഇപ്പോൾ ചെന്നിത്തല പറഞ്ഞ ഈ നിങ്ങൾ ചോദിച്ച ചോദ്യം ചെന്നിത്തല പറഞ്ഞത്? അങ്ങോട്ട് പോയത്. ശരി, ഞാൻ ചോദിക്കുന്നത് ശ്രീ സനോജ്, ഇപ്പോൾ എന്താണ് നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം എന്താണ്? അതായത് നിങ്ങളുടെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഭരിക്കുന്ന കാലത്ത് ഈ കോൺഗ്രസ് നേതാക്കൾ പോറ്റിയുമായി ബന്ധം സ്ഥാപിക്കുന്നു. നിങ്ങൾ ഭരിക്കുന്ന കാലത്ത് തന്നെ ഈ പറഞ്ഞ സ്വർണ്ണക്കൊള്ളയ്ക്ക് കോൺഗ്രസ് നേതാക്കളുടെ ഒത്താശ കിട്ടിയെന്നാണോ? ഇനിയിപ്പോൾ എന്തായാലും സോണിയാഗാന്ധി സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്നൊരു ആരോപണം നിങ്ങൾക്കില്ല. കൊണ്ടുപോയ നേതാക്കളെയാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പോൾ ഈ കൊണ്ടുപോയ നേതാക്കൾ ഈ സ്വർണ്ണക്കൊള്ള നടത്തി എന്നതാണോ നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം? നോക്കൂ, അങ്ങയുടെ കൂടെയും അങ്ങയോട് ആരാധനയുള്ള അങ്ങയോട് ആരാധനയുള്ളവർ കൂടെ നിന്ന് പടം എടുക്കും. അല്ല, ഞാൻ ചോദ്യം പൂർത്തിയാക്കട്ടെ. മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന പടം എന്ന ഒരു ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നില്ല ശ്രീ സനോജ്. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഒരു ആരോപണം ഇല്ലാത്തിടത്ത് നിങ്ങൾ ഈ ചരട് കെട്ടി എന്ന് പറയുമ്പോൾ വലിയ സ്വർണ്ണക്കൊള്ളയുടെ വിവരങ്ങൾ വരുമ്പോൾ ചരട് കെട്ടിയതാണോ വിഷയം? രമേശ് ചെന്നിത്തല ഇപ്പൊ ഉന്നയിച്ചല്ലോ. അല്ല, അത് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് കൂടി. ഇല്ല, ചെന്നിത്തലയുടെ വാക്ക് അങ്ങ് മുഴുവൻ കേട്ടില്ല. ചെന്നിത്തല കൃത്യമായി പറഞ്ഞത് ഞങ്ങൾ അത് ഉന്നയിക്കുന്നില്ലല്ലോ എന്നാണ്. ഉന്നയിച്ചിട്ടുണ്ട്. ഞാനാ പറയുന്നത്, CPM-ന്റെ വക്താവായിട്ടുള്ള ഞാൻ പറയുന്നത്, മുഖ്യമന്ത്രിയുടെ കൂടെ ഈ പോറ്റി നിൽക്കുന്ന പടം വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ കൂടിയും അടൂർ പ്രകാശും ഇപ്പൊ രമേശ് ചെന്നിത്തലയും എല്ലാം ഉന്നയിച്ചിട്ടുണ്ട്. ശരി, എന്താണ് ഉന്നയിക്കുന്നത്? സോണിയാഗാന്ധിയുടെ വീട്ടിൽ എങ്ങനെയാണ് പോറ്റി എത്തിയത് എന്ന മുഖ്യമന്ത്രിയുടെ വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിന് മറുപടിയായിട്ട് നിങ്ങളുടെ കൂടെയും ഉണ്ടല്ലോ. അപ്പൊ അതിന് മറുപടിയായിട്ട് അടൂർ പ്രകാശ് ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങൾ പൊളിഞ്ഞു പോയി എന്നാ ഞാൻ പറയാൻ ശ്രമിച്ചത്. അടൂർ പ്രകാശ് മുഖ്യമന്ത്രി കണ്ട ചിത്രങ്ങൾ എന്റെ മുമ്പിലുണ്ട്, അതിനുശേഷമാണ് ഞാൻ കണ്ടത് എന്നാണ്. അതിനുശേഷമല്ല, രവതാ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള DGP-മാർ ആ ഫോട്ടോയിലുണ്ട്. ഞാൻ പറയട്ടെ, ഒരു സെക്കൻഡ് കൂടി. രവതാ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള DGP-മാർ ഉൾപ്പെടെ ആ ഫോട്ടോയിലുണ്ട്. രവതാ ചന്ദ്രശേഖർ അധികാരം അവിടെ ചുമതലയിൽ വരുന്നത് 2025 ജൂലൈ 1-നാണ്. പ്രയാർ ഗോപാലകൃഷ്ണൻ മറ്റേ ഫോട്ടോയിലുണ്ടല്ലോ, സോണിയാഗാന്ധിയുടെ കൂടെയുള്ള ഫോട്ടോയിൽ. പ്രയാർ ഗോപാലകൃഷ്ണൻ മരിച്ചപ്പോ 2024 ജൂൺ 4-ലാണ്. 2024 ജൂൺ 4 മരിച്ച ആള്
പിന്നെ എങ്ങനെയാണ് 2025 മുഖ്യമന്ത്രിയുമായി നിൽക്കുന്ന ഫോട്ടോ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ കണ്ടത് എന്ന് പറഞ്ഞാൽ ആ ചിത്രം കളവ് പറയില്ലല്ലോ. ശരി ശ്രീ സനോജ്, ഒരു പ്രശ്നമുള്ളത് ഒന്നാമത്തെ കാര്യം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചത് പൊളിഞ്ഞ് പാളീസായിരിക്കും. ശരി, അതിന് ശ്രീ രാജു പി നായർ മറുപടി പറട്ടെ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് എത്തുന്നത് ഈ പറയുന്നത് 2019 അതിനു മുമ്പ് നമുക്കറിയാം അവിടെ പറയട്ടെ മേൽശാന്തിയുടെ സഹായിയായി എത്തുന്നു. മേൽശാന്തിയുടെ സഹായിയായി അവിടെ എത്തിയ ശേഷം ഈ പറഞ്ഞ അവിടെ എത്തുന്ന പ്രധാനികളുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന സംശയത്തിൽ അവിടെ നിന്ന് പുറത്താക്കപ്പെടുന്നുണ്ട്. അങ്ങനെ പുറത്താക്കപ്പെട്ട അയാൾ പിന്നീട് തിരിച്ചു വന്നതാണ് ഈ പറയുന്ന വലിയൊരാളായി പണക്കാരനായി അവിടെ എത്തുന്നത്. അപ്പോൾ അവിടെയാണ് ആ കാലം തൊട്ടാണ് ഈ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത്. നമുക്ക് ഈ കേസിലേക്ക് വരുമ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ പല രാഷ്ട്രീയ നേതാക്കളുമായി ഇയാൾക്ക് ബന്ധമുണ്ടാകാം. ആ കാര്യങ്ങളിലേക്ക് വരട്ടെ. കൊള്ള നടക്കുമ്പോൾ അത് ആര് സഹായിച്ചു എന്ന് കൂടിയാണ്. സ്വർണ്ണക്കൊള്ള നടന്ന കാലമൊന്നും നിങ്ങളിപ്പോ പറയണ്ട. അത് SIT അന്വേഷണത്തിൽ കൂടി കോടതിയിൽ നിന്ന് പുറത്തേക്ക് വന്ന വിവരങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ കെ സനോജ് അല്ലല്ല, കോടതിയിൽ നിന്ന് പുറത്തേക്ക് വന്ന വിവരങ്ങൾ ഇന്നേ കാലത്താണ് കട്ടത്, ഇന്നേ മാസമാണ് കട്ടതെന്ന് പറയാൻ നിങ്ങൾ ആളല്ല. അല്ലല്ല, 2019 എപ്പോഴാണ് കോടതി എന്താണ് പരിശോധിച്ചത്? കോടതി പുറത്തേക്ക് വന്ന വിവരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ സനോജ് പറഞ്ഞ് തെറ്റാതിൽ ഇല്ലല്ല, അതൊക്കെ അന്വേഷണം നടക്കുകയാണ്. നിങ്ങൾ ഈ പറയും പോലെ അന്വേഷണം നടക്കുന്നതിനിടയിൽ തന്നെയാണ് കോടതി പല കാര്യങ്ങളും പുറത്തേക്ക് വിടുകയും വേണ്ടിയിട്ട് നിങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏത് കാലത്താണ് കട്ടത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ശരിയാവില്ല. ഏത് കാലത്താണ് അവിടെ കളവ് നടന്നതെന്നും ആരാണ് പോറ്റിയെ കൊണ്ട് കൊണ്ടുപോയതെന്നെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ശ്രീ സനോജ് ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ് എന്ന് പറയുകയാണെങ്കിൽ ചർച്ചയുടെ അടിസ്ഥാനമില്ല. ചർച്ചയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പുറത്തേക്ക് വന്ന വിവരങ്ങളാണ്. ശ്രീ സനോജ്, വരുന്ന വിവരങ്ങൾ പ്രതിപക്ഷത്തെ സഹായിക്കാൻ, ഇടതുപക്ഷത്തെ വേട്ടയാടാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ കുറെ കാലമായി ഇങ്ങനെയുള്ള പരിപാടി തുടങ്ങിയിട്ട് വരുന്ന വിവരങ്ങൾ, കിട്ടിയ വിവരങ്ങൾ, അനുമാനിക്കുന്ന വിവരങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ ചർച്ച നടത്തിക്കോ. കോടതിയിൽ നിന്ന് വന്ന വിവരങ്ങളോ, കോടതി പുറത്തേക്കിട്ട വിവരങ്ങളോ, പോയില്ല. കോടതിയിൽ നിന്ന് വന്ന വിവരങ്ങളോ കോടതിയിൽ വരട്ടെ. കോടതി ഒന്നും അന്തിമമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, അന്തിമമായിട്ട് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ട് ആളുകളെ പ്രതിപക്ഷ സഹായിക്കാൻ വേണ്ടി പല വാർത്തയും വായിക്കും. അതെ, അങ്ങേക്ക് ഒരു വിവരത്തെ പ്രതിപക്ഷത്തെ സഹായിക്കാനാണെന്ന് ഉറപ്പിക്കുകയാണ്. നിങ്ങൾ ധൃതി പിടിക്കണ്ട. ഇല്ല, ധൃതിയില്ല ശ്രീ സനോജ്, ഇല്ല ധൃതിയില്ല. അല്ല, അങ്ങയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൂ. ഇങ്ങനെ പറഞ്ഞു പോലെ കോൺഗ്രസ് പറയട്ടെ. രാജു പിന്നാർ ആ കുഴിയെ പറ്റി പറയട്ടെ. അങ്ങ് എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ പ്ലീസ്. നോക്കൂ, ഒന്ന് അങ്ങ് എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ. അല്ല, ഞാൻ ചോദ്യം ചോദിക്കട്ടെ. അങ്ങയോടാണ് ചോദ്യം. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ഈ പറഞ്ഞ മൊഴി, ഇപ്പോൾ ഡി മണിയുടെ മൊഴി, അതിനു മുമ്പ് ഒരു വ്യവസായിയുടെ മൊഴി, ഈ മൊഴിയുടെ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ശബരിമലയിലെ ഭരണവുമായി ബന്ധപ്പെട്ട പ്രമുഖന്റെ സഹായം കിട്ടിയെന്ന് പറയുന്നു. ഏത് പ്രമുഖനാണെന്നതിൽ നിങ്ങൾക്ക് ആശങ്കയുണ്ടോ? ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു ആശങ്കയുമില്ല. ഞങ്ങൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾ എന്തിനാണ് ആശങ്കപ്പെടുന്നത്? ഞങ്ങൾ ഒരു അന്വേഷണത്തെയും തടസ്സപ്പെടുത്തിയിട്ടില്ല. SIT അന്വേഷണം ശരിയായ നിലയിൽ പോകുന്നുണ്ട്. ആ ശരിയായ നിലയിൽ അങ്ങോട്ട് പോകുമ്പോഴാണ് പല പല ചിത്രങ്ങളും പുറത്തേക്ക് വരുന്നത്. അതിൽ വെപ്രാളം കൊണ്ടിട്ട് ഇന്ന് UDFന്റെ കൺവീനർ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ പൊളിഞ്ഞു വീണിരിക്കുന്നു. 2025 ജൂലൈ മാസം 1-ാം തീയതിയാണ് രവതാ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന DGP ചുമതലയെടുക്കുന്നത്. ആ രവതാ ചന്ദ്രശേഖരൻ ഉൾപ്പെടുന്ന ഫോട്ടോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ്സുകാർ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ഞങ്ങൾ പറയുന്നത് 2025 മുന്നേ തന്നെ പ്രയാർ ഗോപാലകൃഷ്ണൻ അന്തരിച്ചിരുന്നു. ആ പ്രയാർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെ നിൽക്കുന്ന ഫോട്ടോ, സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഇപ്പൊ പുറത്തു വന്നല്ലോ. അതിനെ കുറിച്ച് എന്താണ് ഞങ്ങളുടെ ചോദ്യം? അതാണ് സോണിയാഗാന്ധിക്ക് ചരട് കെട്ടി എന്നുള്ളതല്ല, സോണിയാഗാന്ധിക്ക് ചരട് കെട്ടാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരെത്തിച്ചു എന്നുള്ളതാണ്. അവിടെ കോൺഗ്രസ് നേതാക്കൾക്ക് MP മാരടക്കമുള്ളവർക്ക് എന്ത് ബന്ധമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എന്നുള്ളതാണ് ശ്രീ രാജു പി നായർ. നിങ്ങൾ പറയാത്ത കുറെ കാര്യങ്ങളുണ്ട്. ആരാ ഗോവർദ്ധനൻ? ഈ ഗോവർദ്ധനൻ എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ എടുക്കുന്നത്? ശരി, വരട്ടെ. ഗോവർദ്ധനന്റെ ബിസിനസ് മേഖല എന്താണ്? ഞാൻ ചോദിച്ചോളാം. ഗോവർദ്ധന്റെ നാട് എവിടെയാണ്? ഞാൻ ചോദിച്ചോളാം. അതൊക്കെ ചർച്ച ചെയ്യണം. ഗോവർദ്ധൻ എത്ര തുകയാണ് കോൺഗ്രസിന്റെ ഇലക്ഷൻ ഫണ്ടിലേക്ക് കൊടുത്തത്? ശരി, ഗോവർദ്ധന്റെ ഫണ്ട് വാങ്ങിയിട്ട് ഇവിടെ ഇലക്ഷൻ പ്രവർത്തനം നടത്തിയത് ആരാണ്? അതിന് തെളിവുണ്ടോ? തെളിവുള്ള ആരോപണമാണോ? ഒരുപാട് കാര്യങ്ങളുണ്ട്. തെളിവുള്ള ആരോപണമാണോ? എന്താ സംശയം? ശരി, ഗോവർദ്ധൻ
ഞാൻ പറയട്ടെ ഗോവർദ്ധൻ എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എത്തുന്നത്? ഗോവർദ്ധനെ പോലെയുള്ള ഒരു സ്വർണ്ണ വ്യാപാരിയും സോണിയാഗാന്ധി തമ്മിലുള്ള ബന്ധം എന്താണ്? ബെല്ലാരിയിൽ സോണിയാഗാന്ധി മത്സരിച്ച ഘട്ടത്തിൽ എന്തൊക്കെ സഹായങ്ങൾ ഗോവർദ്ധൻ നേടിയിട്ടുണ്ട്? ഇതൊക്കെ നമ്മൾ കാണണ്ടേ? ശരി, ശ്രീ രാജു പി നായർ സനോജ് ഉന്നയിച്ച ചോദ്യങ്ങൾ പ്രകാശം കൂടി പോയത് ഗോവർദ്ധനുമായി ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ എന്താണ്? അത് പറയണമല്ലോ. ഏതെങ്കിലും ഒരു പൊതുചടങ്ങിൽ നിർത്തി എടുത്തൊരു ശരി, ശ്രീ സനോജിനി ഒന്ന് സഹകരിക്കൂ, ശ്രീ രാജു പി നായരിലേക്ക് പോകുന്നു. അങ്ങേക്ക് നല്ല സമയം നൽകി. പ്രവേശം കിട്ടാത്ത ഇടമാണ് കരുണാകരൻ. പ്രവേശം കിട്ടിയിട്ടില്ല, ഹിമന്ത വിശ്വാസ പ്രവേശം കിട്ടിയിട്ടില്ല. ശ്രീ സനോജ് അങ്ങേക്ക് കേൾക്കുന്നില്ലേ? കരുണാകരന് പ്രവേശം കിട്ടാത്ത ഒരിടം. രാജു പി നായരിലേക്കാണ് പോകേണ്ടത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.